ഇവിടെ ഈ തൊട്ടപ്പുറത്തെ ലോഡ്ജിന്റെ മുകളിൽ ഒരു യോഗം നടന്നു. അത് ഇവിടെ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുകളിൽ കള്ളയോട്ട് ചെയ്യുന്നവരുടെ യോഗം 350 പേരുണ്ടായിരുന്നു. അതൊരു MLA ആണ് വന്ന് അവർക്ക് ഇത് ഉപദേശം കൊടുക്കുന്നത്. എന്തൊരു കഷ്ടമാണ് ഇത്. കള്ളവോട്ട് ചെയ്യുന്നവരുടെ യോഗം പത്തനംതിട്ടയിൽ നടന്നു. 350 പേര് പങ്കെടുത്ത യോഗം ഈ തൊട്ടപ്പുറത്തെ ശാന്തി ടൂറിസ്റ്റ് യോഗം നടന്നു. LDFിന്റെ നേതൃത്വത്തിലാണ്. CPM നേതൃത്വത്തിൽ CPI ഒന്നുമില്ല. LDF CPM നേതൃത്വത്തിൽ നടന്നു. ഒരു MLA, ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു MLA വന്ന് എങ്ങനെയാണ് കള്ളവോട്ട് ഫലപ്രദമായി ചെയ്യേണ്ടത്, നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ കയ്യാലെ അത് അപ്പം വായിക്കാനുള്ള സാധനം തരുന്നുണ്ട്, ഇതൊക്കെ പറയാണ്. ശരിക്കും സംഭവിച്ചതാണ്. വലിയ ഗുരുതരമായ ആരോപണമാണ്. അതായത് ഈ പത്തനംതിട്ട നഗരത്തിലെ ഒരു ലോഡ്ജിൽ വെച്ച് ശാന്തി ലോഡ്ജിൽ വെച്ച് ഒരു CPM MLA നേതൃത്വത്തിൽ കള്ളവോട്ട് നടത്താനുള്ള പരിശീലനം കൊടുത്തു. 350 പേര് പങ്കെടുത്തു. ഈ 350 പേര് ഇവിടുത്തെ സഹകരണ ബാങ്കുകളിൽ വന്ന് നിരന്തരമായി കള്ളവോട്ട് ചെയ്യുന്നവരാണ്. ഇവരുടെ അല്ലാത്ത സമയത്തെ പണി മയക്കുമരുന്ന് കച്ചവടമാണ്. മയക്കുമരുന്ന് കച്ചവടം അവന്മാരുടെ എല്ലാം ഓരോ പ്രദേശത്തെ മയക്കുമരുന്ന് കച്ചവടക്കാരാണ്. ഇവർക്കുള്ള അഡീഷണൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ട് ചെയ്യുക, അവരുടെ യോഗം വിളിച്ചു കൂട്ടുക എന്ന് പറഞ്ഞാൽ ഇത്രയും. അല്ല, താങ്കൾ വളരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച സ്ഥിതിക്ക് MLA പേര് കൂടി പറഞ്ഞാൽ. അല്ല, ഞങ്ങൾ അന്വേഷിച്ചു കണ്ടുപിടിച്ചോ, കിട്ടിയില്ലെങ്കിൽ ഞാൻ പറയാം. ഇവിടെ ആരോട് ചോദിച്ചാലും അറിയാം, പത്രക്കാരോടോ ആരോട് ചോദിച്ചാലും അറിയാം. ഞാനായിട്ട് വ്യക്തിപരമായിട്ട് ആരുടെയും പേര് പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് അന്വേഷിച്ചിട്ട് കിട്ടിയില്ല എന്നോട് ചോദിച്ചാൽ മതി. ഒരു CPM MLA നേതൃത്വത്തിൽ പത്തനംതിട്ടയിൽ കള്ളവോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പ്രത്യേക പരിശീലന ക്ലാസ് കൊടുത്തു എന്നുള്ളതാണ് ആരോപണം. 350 പേര് അതിൽ പങ്കെടുത്തു അല്ലേ? ഇവരെല്ലാം നിരന്തര കള്ളവോട്ട് എക്സ്പീരിയൻസ് ഉള്ളവരാ. കാരണം സഹകരണ ബാങ്ക് പിടിക്കാൻ പോകുന്നവരാ. അപ്പൊ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് മെഷീനിൽ തിരിമറി നടക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട്. അത് BJPക്ക് അനുകൂലമായി, അത് ബോധ്യപ്പെട്ടു. എന്നിട്ടും തെരഞ്ഞെടുപ്പ് നടപടിയെടുക്കുന്നു കമ്മീഷൻ. രണ്ടാമത്തത്, കള്ളവോട്ടിന്റെ പരിശീലന ക്ലാസ് കൊടുത്ത് വ്യാപകമായ കള്ളവോട്ടിന് സാധ്യതയുണ്ടെന്ന് താങ്കൾ സംശയിക്കുന്നു. പിന്നെ മൂന്നാമത്, ഒരു ജില്ലയിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥരെ മറ്റു ജില്ലകളിലോട്ട് മാറ്റുമല്ലോ. ഇവിടെ ഈ ആറന്മുള വീട് വെച്ച് താമസിക്കുന്ന ഇവിടുത്തെ ഓഫീസറെ മാറ്റണമെന്ന് നമ്മൾ പരാതി കൊടുത്തിട്ട് അയാളെ അവിടെ തന്നെ നിർത്തിയിരിക്കുക. ഇവിടെ 3 പോലീസ് ഓഫീസേഴ്സിനെ വളരെ ബയസ്ഡായിട്ട് യാതൊരു മാന്യതയില്ലാതെ ഒരുമാതിരി ചെങ്കുപ്പായിട്ട് നടക്കുന്ന പോലെ നിൽക്കുന്ന 3 പേരെ ഇവിടുന്ന് മാറ്റി നിഷ്പക്ഷര ആളെയും കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് അവരെ എന്ത് വില കൊടുത്തിറക്കി. ഇത് ഏറ്റവും കൂടുതൽ കള്ളവോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രദേശങ്ങളുള്ള ഏരിയയിലാണ് ഇവരെ നിലനിർത്തിയിരിക്കുന്നത്. അതായത് പോലീസ് ഉദ്യോഗസ്ഥരെ കള്ളവോട്ട് ചെയ്യാൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റാതെ നിലനിർത്തിയിരിക്കുന്നു എന്ന ആരോപണവുമുണ്ട്. ഞാൻ കത്ത് കൊടുത്തു, എൻ്റെ ചീഫ് ഇലക്ഷൻ ഓഫീസർ കത്ത് കൊടുത്തു, DCC കത്ത് കൊടുത്തു, പ്രതിപക്ഷ നേതാവിൻ്റെ അടുത്ത് കത്ത് കൊടുത്തു. മൈൻഡ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെയൊക്കെ ബയസ്ഡ് ആയിട്ടാണ് ഇലക്ഷൻ പോകുന്നത്. അതൊരു ഫെയർ പ്ലേ ഗ്രൗണ്ട് ഇല്ല ഇവിടെ ഫെയർ പ്ലേ ഗ്രൗണ്ട് ഇല്ല. അത് ഒരു ഭാഗത്ത് BJPക്ക് അനുകൂലമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടിംഗ് മെഷീനിൽ ടാമ്പറിംഗ് നടത്തിയിട്ടും അത് നടപടിയെടുക്കുന്നില്ല. മറുഭാഗത്ത് ഉദ്യോഗസ്ഥരെ മാറ്റാതെ LDF പ്രവർത്തിക്കുന്നു, കള്ളവോട്ടിനുള്ള പരിശീലനം കൊടുക്കുന്നു. ഈ 3 ഗുരുതരമായ ആരോപണങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇറഗുലാരിറ്റീസ് ഉണ്ട്. ഇറഗുലാരിറ്റീസ് ഉള്ള ഇതിനേക്കാൾ വലിയ ഇറഗുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഇവിടുത്തെ സർക്കാർ സംവിധാനം മുഴുവൻ ദുരുപയോഗിക്കുക. ഇതെങ്ങനെയാണ് ഒരു സ്ഥാനാർത്ഥിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? ഇവിടെ സർക്കാർ സ്കൂളിൽ ഗവൺമെൻറ് സ്കൂൾ അധ്യാപകരുടെ യോഗം വിളിച്ച് ഇറക്കുക, മന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുക, എന്നിട്ട് സ്ഥാനാർത്ഥി കയറി ഓട്ടം വരുത്തിക്കുക. പിന്നെ ഇവിടെ കുടുംബശ്രീ, തൊഴിലുറപ്പ്, അതുപോലെ ഹരിതസേന, ഇതെല്ലാം സർക്കാരിൻ്റെ ശമ്പളം പറ്റുന്ന, സർക്കാർ കാശ് കൊടുക്കുന്ന, ഇവരെയല്ലേ ഉപയോഗിക്കുക. ഈ തോമസ് ഐസക്കിന്റെ മീറ്റിങ്ങിന് എന്നില്ലെങ്കിൽ ഇവർക്ക് നാളെ പണിയുണ്ടാവില്ലെന്ന് ഭീഷണിപ്പെടുത്തുക. അപ്പോൾ 4 പ്രധാനപ്പെട്ട ഗുരുതര ആരോപണങ്ങളാണ് ശ്രീ ആന്റോ ആന്റണി ഉന്നയിച്ചിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് BJPക്കും ഒപ്പം തന്നെ LDFിനും അനുകൂലമായ തരത്തിലുള്ള ചില ക്രമക്കേടുകൾ നടക്കുന്നു, അത് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഗുരുതരമായ ആരോപണമാണ് ഈ 4 വളരെ ഗുരുതരമായ ആരോപണമാണ്. ഞാനിതൊക്കെ പരാതി കൊടുത്തു. ഇതിനെല്ലാം പരാതി കൊടുത്തിട്ട് റെസ്പോൺസ് ഇല്ല. അതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്റർവെൻഷൻ ഇല്ല. ഇനി അത് എന്ത് ചെയ്യാൻ പോകുന്നു? നിങ്ങൾ പ്രതിഷേധത്തിലേക്ക് കടക്കൂ? പ്രതിഷേധം മാത്രമല്ല, പണിയൊന്നും ഒരുത്തനെ വെറുതെ പിടിയല്ല. ഒരുത്തനെ വെറുതെ വിടത്തില്ല. ഞങ്ങൾ ജനങ്ങളെ സംഘടിപ്പിക്കുന്നുണ്ട്. എവിടെയെങ്കിലും ക്രമക്കേടുണ്ടായാൽ അവിടെ ഞങ്ങൾ അതിന് കൈകാര്യം ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പ്രവർത്തകരോട് ജാഗ്രതയോടുകൂടി ഈ കള്ളയോട്ട് ചെയ്യാൻ വരുന്നവരുടെ ഇതും ഇരട്ടയോട്ടുണ്ടാക്കിയിരിക്കുന്നവരുടെ ഒക്കെ ലിസ്റ്റ് ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അവരെ ഞങ്ങൾ അത് കൃത്യമായ തരത്തിൽ, ഇപ്പോൾ ഒരേ ആൾക്ക് പലതരത്തിൽ വോട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കൃത്രിമങ്ങൾ ജയിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനൊരു പാർട്ടിയല്ലേ ഭരിക്കും, ഇത്രയും കാലമായിട്ട് ഭരിക്കുന്ന പാർട്ടികളല്ലേ, അവർക്ക് ജനങ്ങളെ വോട്ട് പിടിച്ച് ജയിക്കരുത്. ഇതുകൊണ്ട് ഈ കള്ളത്തരത്തിൽ കൂടെ പിന്നെ പരാജയ ഭീതിയിൽ ഉടലെടുത്തതാണ് എന്നാണോ? 100%. ഇവിടെ നിങ്ങൾ പുറത്തിറങ്ങി ജനങ്ങളുടെ ട്രെൻഡ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മാധ്യമ പ്രവർത്തനമല്ലോ. പുറത്തിറങ്ങി ജനങ്ങളോട് ചോദിക്കും. ജനങ്ങളുടെ ട്രെൻഡ് അട്ടിമറിക്കാനുള്ള നീക്കം നടക്കുന്നു. ജനങ്ങളുടെ ട്രെൻഡ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 10 പേരോട് ചോദിച്ചാൽ 7 പേര് UDFന് അനുകൂലമായിട്ട് സംസാരിക്കും. അതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ട്രെൻഡ്. പക്ഷേ ഇത് അട്ടിമറിക്കാനുള്ള ഗൂഢാലോചന 2 പേരും പങ്കാളികളാണ്.
വളരെ പ്രധാനപ്പെട്ട ആരോപണം, ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ പത്തനംതിട്ട മണ്ഡലത്തിൽ ഇരു മുന്നണികളും ഗൂഢാലോചന നടത്തുന്നു എന്നതാണ് ശ്രീ ആന്റോ ആന്റണിയുടെ ആക്ഷേപം. അതിൽ ഉദ്യോഗസ്ഥരെ മാറ്റുന്നില്ല, കള്ളവോട്ടിനുള്ള പ്രചരണത്തിന് വേണ്ടിയുള്ള പരിശീലന ക്ലാസ് കൊടുക്കുന്നു, ഒപ്പം തന്നെ ഇരട്ട വോട്ടിന്റെ വിഷയമുണ്ട്, തെരഞ്ഞെടുപ്പ് മെഷീനിലും കൃത്രിമത്വം കാണിച്ചിരിക്കുന്നു എന്നതാണ്. ഈ 4 പ്രധാനപ്പെട്ട ആരോപണങ്ങളാണ്. ബ്രേക്കിംഗ് ആണ്.